സമൂഹത്തിന്റെ പുരോഗതിക്കായി സ്ത്രീകൾ നൽകുന്ന സംഭാവനകളെ ആദരിക്കലാണ് വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ നമ്മോടൊപ്പമുള്ളത് തയ്യൽ പ്രസ്ഥാനത്തിൽ നിന്നും എസ് ഘോഷ് എന്ന ഫിസിയോതെറാപ്പി സെന്ററിന്റെ അമരത്തേക്ക് എത്തിയ കൊട്ടിയൂരുകാരുടെ സ്വന്തം മിനി ചേച്ചിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ചേച്ചി, ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു. ഓക്കെ, എനിക്ക് ഫസ്റ്റ് ചേച്ചിനോട് ചോദിക്കാനുള്ളത്, ഒരു തയ്യൽ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു ഫിസിയോതെറാപ്പി സെന്റർ എന്ന ആശയത്തിലേക്ക് ചേച്ചി എത്തിച്ചേർന്നത് എങ്ങനെയാണ്? എനിക്ക് നേരത്തെ തൊട്ടേ കൈവേദന ഉണ്ടായിരുന്നു. കൈ ഇങ്ങനെ കുത്തിക്കയറി എല്ലാം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഡോക്ടർമാരെല്ലാവരും അങ്ങനെ പറഞ്ഞ് ഒത്തിരി സ്ഥലത്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ആയുർവേദവും ഹോമിയോ എല്ലാം ചെയ്തതാണ്. അപ്പം വേദന കുറയാതെ വന്നപ്പം MRI എടുത്തപ്പോഴാണ് ലിഗമെൻറ്റ് പൊട്ടിയതാണ്, അതിനൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 2 വർഷം മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നാൾ ഒരു മാസത്തോളം വീട്ടിൽ വന്ന് ഹോം കെയർ ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് കുത്തി വണ്ടിയിലേക്ക് കയറാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെയ്ത് ഒരു വർഷത്തോളം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ആ സമയത്ത് പല രോഗികളും അവിടെ വരികയും അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും അവിടെ വന്ന് ഭേദമാകുന്നതൊക്കെ കണ്ടപ്പം ഞാൻ പലരെയും ഇങ്ങനെ ചോദിച്ചപ്പം ചില ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ഇല്ല എന്നുള്ളതും അതിനായിട്ട് നമ്മൾ ഇരിട്ടിയിലോ കണ്ണൂരൊക്കെ പോകേണ്ടതായ ഒരു സാഹചര്യവും അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഏതായാലും ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ എല്ലാ ഫെസിലിറ്റീസും കൂടിയ ഒരു ഫിസിയോതെറാപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ നാടിനൊരു ഉപകാരമാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എന്നിൽ വന്നത്. അപ്പം ഞാനതെൻ്റെ വീട്ടിലൊന്ന് ഷെയർ ചെയ്തു. അപ്പം വീട്ടിലുള്ള എല്ലാവരും തന്നെ നല്ല സഹകരണമായിരുന്നു, സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും അവരോടൊക്കെ പറഞ്ഞപ്പം അവർ വളരെ സപ്പോർട്ടായിട്ട് മുൻകൈ എടുത്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ ആണ് ഞാൻ ഫിസിയോതെറാപ്പി എന്നുള്ളൊരു ആശയത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റിയത്. നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. നമ്മൾ വീടുകളിൽ പോയി ബൈസ്റ്റാൻഡറൊന്നും ഇല്ലാതെ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാക്കുന്ന ഒരു സൗകര്യമുണ്ട്. അത് നമുക്ക് മറ്റുള്ളവർക്ക് ഒത്തിരി സഹായമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവരും അത് എടുത്തു പറയാറുണ്ട്. പിന്നെ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് വന്നുപോയി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ട് അവരുടെ ആവശ്യപ്രകാരം നമ്മൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും താമസിച്ച് ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കാമോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സൗകര്യം കൂടി നമുക്ക് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്ക് ഒരു കൗൺസിലിംഗ് സെൻ്ററുണ്ട്. എസ് ഘോഷ് എന്ന നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററിലൂടെ കുട്ടികൾ മുതൽ കൗമാരക്കാർ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കൗൺസിലിംഗ് സെൻ്ററാണ്. നമുക്ക് സൈക്കോ തെറാപ്പി ഉണ്ട്. നമ്മുടെ ഈ പരിസരത്ത് സൈക്കോ തെറാപ്പി അവൈലബിൾ അല്ല. അപ്പം അതുകൊണ്ട് ഈ രോഗികൾക്കും മറ്റ് എല്ലാ വ്യക്തികൾക്കും മനസ്സിന് ധൈര്യം കിട്ടത്തക്ക രീതിയിൽ ഒരു സപ്പോർട്ടായിട്ട് ഈ കൗൺസിലിംഗ് ഉപയോഗിക്കാറുണ്ട്. വർഷങ്ങളുടെ പരിചയമുള്ള ടോം അഗസ്റ്റിൻ സാറാണ് നമുക്ക് ഇവിടെ കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതിൽ എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡാണ്. നമുക്കിവിടെ വരുന്ന രോഗികൾക്കും ഒത്തിരി ഉപകാരമുള്ളൊരു സംഭവമാണ് കൗൺസിലിംഗ്. രോഗികളായിരിക്കുമ്പം മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു മെൻ്റലി സപ്പോർട്ട് കിട്ടാൻ ഈ കൗൺസിലിംഗ് ഒത്തിരി ഉപകാരപ്രദമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചു കുട്ടികൾ മുതൽ പരീക്ഷ എഴുതി പരീക്ഷയുടെ പേടിയും പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ടിനെ കുറിച്ചുള്ള ഭയവും എല്ലാം ഉള്ള ഒത്തിരി കുട്ടികൾ ഇവിടെ വന്ന് വളരെ ലാഘവത്തോടുകൂടി പോകുന്നത് നമ്മൾ കാണാറുണ്ട്.
പിന്നെ മനസ്സിന് ബലം കിട്ടാതെ ഒത്തിരി ടെൻഷൻ അടിച്ച് വരുന്നവർ ഇവിടെ വന്ന് ഒത്തിരി ഹാപ്പി ആയിട്ട് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ കൗൺസിലിംഗ് സെൻ്ററിലൂടെ കിട്ടുന്നുമുണ്ട്. സ്നേഹം, ത്യാഗം, കരുത്ത് എന്നിവയുടെ പ്രതീകങ്ങളായ വനിതകൾക്ക് ട്രൂത്ത് വിഷൻ ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. ശാരീരിക അവശതകളുള്ള നിരവധി സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് മിനി ചേച്ചി. മിനി ചേച്ചിയുടെ സ്വപ്നങ്ങൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ചിറക് വെച്ച് പറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം കൃഷ്ണേന്ദു, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.